ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ എൻ്റർപ്രണർ. ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണർക്ക് വേണ്ട ക്വാളിറ്റീസ്. ഒരു എൻ്റർപ്രണർ ആവാൻ അത്യാവശ്യം ക്വാളിറ്റീസ് വേണം. ഉദാഹരണമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി ഒരു പാഷനായിട്ട് കണ്ടുകൊണ്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കണം. ധാരാളം റിസ്ക് ഉണ്ടാവും, അതൊക്കെ ഏറ്റെടുത്ത് ചില സമയത്ത് വിജയം ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ലാഭമില്ലാതെ നഷ്ടമില്ലാത്ത രീതിയിലായിരിക്കാം ഒരു VIP ലൈനിൽ നോ പ്രോഫിറ്റ് നോ ലോസ് രീതിയിലായിരിക്കാം പോവുക. പക്ഷെ എങ്ങനെ വന്നാലും അത് മാനേജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും നല്ല രീതിയിൽ ജനങ്ങളോട് പെരുമാറാനും എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിക്ക് ഒരു എൻ്റർപ്രണർ ആവാൻ പറ്റുള്ളൂ. നമുക്ക് പോയിന്റ്സ് നോക്കാം. ടെക്സ്റ്റ് വാങ്ങിച്ചല്ലോ എല്ലാവരും? ഓക്കെ. പാഷൻ ഫോർ ബിസിനസ്. ബിസിനസ് ഒരു പാഷനായിട്ട് എടുക്കാൻ സാധിക്കണം. ബിസിനസ്സിലും ഒരു ആർട്ട് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, സയൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ആ ബിസിനസ് ഒരു പാഷനായിട്ട് കൊണ്ടുപോവാൻ ദ പാഷൻ എക്സ്പ്ലെയിൻസ് വൈ പീപ്പിൾ ലീവ് സെക്യൂർ ജോബ് ടു സ്റ്റാർട്ട് ദെയർ ഓൺ ഫേംസ് ആൻഡ് ബൈ ബില്യണിയേഴ്സ് ലൈക്ക് ബിൽ ഗേറ്റ്സ് ഓഫ് മൈക്രോസോഫ്റ്റ്, Michael Dell of Dell Computers, Larry Ellison of Oracle, and Jerry Yang for Yahoo continue working after they are finally secure. നമ്മുടെ മുന്നിൽ എത്ര കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, അതുപോലെ യൂസഫ് അലി, എത്ര ബിസിനസ് മാൻമാർ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിൽ ഗേറ്റ്സ്, അതുപോലെ അംബാനി, അങ്ങനെ എത്ര ആൾക്കാരെ ബിസിനസ് പാഷനായിട്ട് കൊണ്ടു നടന്ന് ചെയ്യുന്നുണ്ട്. ആ ഒരു പാഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ആ ഒരു ലോങ് വിഷൻ ഫോർ അച്ചീവ്മെന്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇനി ക്രിയേറ്റിവിറ്റി. എപ്പോഴും നമ്മൾ ചേഞ്ചസ്, പുതിയ കാര്യങ്ങൾക്കാണ് നമ്മൾ ഇപ്പോഴും കാതോർക്കുന്നതും നമ്മുടെ ശ്രദ്ധ പോകുന്നതും, അല്ലെ? ആ ക്രിയേറ്റിവിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ജനങ്ങളെ ആകൃഷ്ടരാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കണം. നെക്സ്റ്റ് വൺ, വില്ലിംഗ്നെസ് ടു മേക്ക് സ്കേഴ്സിഫൈ ആൻഡ് അസ്യൂം റിസ്ക്. അതായത് റിസ്ക് ഏറ്റെടുക്കാൻ, കുറവുകള്, പോരായ്മകള് ഓവർകം ചെയ്ത് പിടിച്ചു നിന്ന് മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ല രീതിയിൽ പിടിച്ചു നിന്ന് മുന്നോട്ട് പോവാൻ സാധിക്കണം. ഇപ്പൊ ചിലപ്പോ നമ്മളൊരു വീട്ടിലെ പ്രവർത്തനങ്ങള്, ചില ഫംഗ്ഷനുകൾ ഒന്നും പങ്കെടുക്കാൻ നമുക്ക് പറ്റാതെ വരും. ഞാൻ എപ്പോഴും ബിസിനസ് തുടങ്ങുന്ന കാര്യം പറയുമ്പോൾ ഉദാഹരണം പറയുന്ന ഒരു കഥാപാത്രമാണ് മിഥുനത്തിലെ മോഹൻലാൽ. അദ്ദേഹത്തിന്റെ ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നടന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂടെ അത്രയും വേണ്ടപ്പെട്ട ഒരു ഫംഗ്ഷന് പോലും പങ്കെടുക്കാൻ, എന്തിനാ പറഞ്ഞ ഒരു കല്യാണം പോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം. ആ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ ആ രീതിയിൽ ഓടി നടന്ന് ഫുൾ ടൈം വർക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ നടക്കുക. അതുപോലെ തന്നെ വീട്ടിലേക്ക് സമയത്തിന് വരാൻ പറ്റില്ല, ചിലപ്പോൾ കുട്ടികളെ കൊഞ്ചിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. A new venture is full of difficulties and unanticipated problems. ഒരു സ്ഥാപനം തുടങ്ങി നിന്ന് പോരണമെങ്കിൽ അത്യാവശ്യം ബുദ്ധിമുട്ടിന് ഒരു സക്സസ് ആയി കിട്ടണം. കാരണം അത്രയും കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത്. ഇൻ സച്ച് ആൻ inhospitable environment, entrepreneur has to prepare to sacrifice his time, energy and resources in order to carry out the venture and make it success. Marriage, families, friendship are too often casualties for entrepreneurs. കൂട്ടുകാരുടെ കൂടെ കൂടാൻ പറ്റിയെന്ന് വരില്ല, ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് വരില്ല, അങ്ങനെയൊക്കെ. ഹാർഡ് വർക്ക് ചെയ്യണം. അതിപ്പോ എന്ത് പ്രവൃത്തി ചെയ്യാലും ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. ഡിസയർ ഫോർ ഹൈ അച്ചീവ്മെന്റ്. കൂടുതൽ നേടുന്നതിനുള്ള ഒരു ഡിസയർ. ഇപ്പൊ നമ്മൾ പഠിക്കുകയാണെങ്കിലും മാർക്ക് കിട്ടണം എന്നുള്ളൊരു കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യണം. അതുപോലെ തന്നെയാണ് ബിസിനസിന്റെ കാര്യം. ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ, നല്ലത് വരും, നല്ല രീതിയിൽ വരും, പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്ത് നല്ല രീതിയിൽ വരും, സക്സസ് വരും എന്ന് മനസ്സിലാക്കി ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കണം. ഫോർസൈറ്റ്, ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. സെൽഫ് കോൺഫിഡൻസ് ആണ് ഏറ്റവും അധികം വേണ്ടത്, ആത്മവിശ്വാസം. അതുപോലെ ഇന്നോവേറ്റീവ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ.
ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കസ്റ്റമറെ, നമ്മുടെ കോവർക്കേഴ്സിനെ, എംപ്ലോയീസിനെ എല്ലാവരോടും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഒരാളുടെ പെരുമാറ്റത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് നിലകൊള്ളുന്നത് അല്ലെ. എങ്ങനെ ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു, എങ്ങനെ ആൾക്കാരോട് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു, എന്ത് ഫീൽഡ് ആയാലും കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ടെക്നിക്കൽ നോളജ് ആൻഡ് വില്ലിങ്നെസ് ടു ചേഞ്ച്. ഇന്നത്തെ ലോകം ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഫുള്ളി എല്ലാ കാര്യങ്ങളും ഓൺലൈൻ, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ PayTM, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും വെച്ചുകൊണ്ട് ടെക്നിക്കൽ നോളജ് വേണം. അതുപോലെ വില്ലിങ്നെസ് ടു ചേഞ്ച്, പണ്ടത്തെ ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറി മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലകൊള്ളുമ്പോഴാണ് ഇന്നത്തെ ലോകത്ത് നാടോടുമ്പോൾ നടുവേ ഓടണം എന്നൊക്കെ പറയുന്നത് പോലെ ഇന്നത്തെ ലോകത്ത് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ഡിറ്റർമിനേഷൻ, കറേജ് ആൻഡ് പെർസിവിയറൻസ്. എന്താണ്? ധൈര്യത്തോടും തീരുമാനത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം, ടീം സ്പിരിറ്റ് വേണം. ടീം സ്പിരിറ്റ് വേണം എന്ന് പറഞ്ഞാൽ ഒരാൾ തലകുത്തി മറിഞ്ഞാലും തന്നെ ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം അല്ലെ. അവരൊരു പെർട്ടിക്കുലർ ടീം മെയിൻറ്റെയിൻ ചെയ്യണം. ആ ടീമിലെ ഓരോ മെമ്പേഴ്സിനും നമ്മുടെ കാര്യങ്ങൾ ബോധവൽക്കരിക്കണം. ഈ ബോധവൽക്കരിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അത് അവരെ ലീഡ് ചെയ്തുകൊണ്ട് നമ്മൾ പോകണം. ആര് പോകണം? ബിസിനസ്മെൻ പോകണം. സ്റ്റാഫ് ഉണ്ടാണെങ്കിലും സ്റ്റാഫിനെ അവർ സ്വന്തം ആൾക്കാരായി കരുതി പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കണം. ഞാൻ പറയട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ എന്റർപ്രണർ. എളുപ്പമാണ്. പാഷൻ ഫോർ ബിസിനസ്, ക്രിയേറ്റിവിറ്റി, വില്ലിങ്നെസ് ടു മേക്ക് സാക്രിഫൈസ് ആൻഡ് അസ്യൂം റിസ്ക്, ഹാർഡ് വർക്ക്, ഡിസയർ ഫോർ അച്ചീവ്മെന്റ്, ഓപ്റ്റിമിസ്റ്റിസം, ഫോർസൈറ്റ്, സെൽഫ് കോൺഫിഡൻസ്, ഇന്നോവേറ്റീവ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ടെക്നിക്കൽ നോളജ് ആൻഡ് വില്ലിങ്നെസ് ടു ചേഞ്ച്, determination, courage and perseverance, leadership, team spirit. Okay, thank you.